ഓഹരി പഠനം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച സ്വിംഗ് ട്രേഡേഴ്സിന് വളരെ നല്ലൊരാഴ്ചയായിരുന്നു. സ്മോൾ ക്യാപ്പ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, ഓൾ ടൈം ഹൈയിൽ തന്നെ ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് ഏകദേശം ഓൾ ടൈം ഹൈയുടെ അടുത്ത് നിൽക്കുന്നു. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും കാര്യത്തിലോട്ട് വരുമ്പം കുറേ നാളുകളായിട്ട് നമ്മൾ പറയലുണ്ട് നിഫ്റ്റിയിൽ കാര്യമായിട്ടുള്ള ഡയറക്ഷൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, ഒരു സൈഡ് വേസ് ടു ബുള്ളിഷ് പ്രൈസ് ആക്ഷനാണ് നമുക്ക് ഓവറോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയും ഒരു സൈഡ് വേസ് ടു ബുള്ളിഷ് ഒരു മൂവ്മെൻ്റ് ആയിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. വ്യാഴാഴ്ച മാത്രമാണ് നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റാലി കാണാൻ പറ്റിയത്. അന്ന് എക്സ്പയറി ഡേ അന്ന് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റാലി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. പക്ഷേ വ്യാഴാഴ്ച രാത്രി US GDP ഡാറ്റ വന്നു, എക്സ്പെക്റ്റേഷന് എഗെയിൻസ്റ്റ് ആയിരുന്നു, US മാർക്കറ്റ് നെഗറ്റീവായി. ഫ്രൈഡേ മോർണിംഗ് നമ്മൾ വലിയൊരു ഗ്യാപ് ഡൗൺ എക്സ്പെക്റ്റ് ചെയ്തുവെങ്കിലും ന്യൂട്രൽ ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഓവറോൾ ഒരു നെഗറ്റീവ് ട്രെൻഡായിരുന്നു നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇനി അടുത്ത ആഴ്ചത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച, അതായത് മെയ് 1 നമുക്ക് മാർക്കറ്റ് ഹോളിഡേ ആണ്. അതുപോലെ തന്നെ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും കൂടിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച നിങ്ങൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുൻപേ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർ പൊസിഷൻസ് ഓവർനൈറ്റ് ക്യാരി ചെയ്യാതിരിക്കുക. രണ്ട് പ്രശ്നങ്ങളാണ്. ബുധനാഴ്ച നമുക്ക് മാർക്കറ്റ് ഹോളിഡേ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ്സ് ഉണ്ടായെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതേപോലെ തന്നെ അന്ന് രാത്രി, ബുധനാഴ്ച രാത്രി മെയ് 1 രാത്രി ആയിരിക്കും US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരിക. അതും എഗെയിൻസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അല്ല, ഇനി പോസിറ്റീവ് ആണെങ്കിൽ ചിലപ്പം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചിലപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഓപ്ഷൻസ് അല്ലെങ്കിൽ നോൺ ഡയറക്ഷനിൽ ചെയ്യുന്നവർ തീർത്തും ചെയ്യാതിരിക്കുക. ഇനി ഡയറക്ഷനിൽ ചെയ്യുന്നവർക്ക് അത്രത്തോളം കൺവിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യാം, ബെറ്റർ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. സോ ഓവറോൾ ട്രെൻഡ് ബുള്ളിഷ് ആണ് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റ് കണ്ടീഷനാണ് നിലവിലുള്ളത്. ഇവൻ നമ്മൾ പറഞ്ഞിട്ടുള്ള നിരവധി സ്റ്റോക്കുകളും പെർഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നിരവധി സ്റ്റോക്കുകളുണ്ട്, ഒത്തിരി സ്റ്റോക്കുകൾ നമുക്ക് ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. എല്ലാ ചാർട്ടുകളും ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വേദാന്തയിൽ ബ്രേക്ക് ഔട്ട് ഉണ്ട്, ഹിൻഡാൽക്കോയിൽ ബ്രേക്ക് ഔട്ട് ഉണ്ട്, സെയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതിലൊരു ബ്രേക്ക് ഔട്ട് ഉണ്ട്, മെറ്റൽ സെക്ടർ ഓൾറെഡി ബുള്ളിഷ് ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ സോന BLW നമ്മൾ പറഞ്ഞതാണ്, അതിലൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടിനുള്ളൊരു സാധ്യതയുണ്ട്. KSEL നമ്മൾ പറഞ്ഞു, അത് ബ്രേക്ക് ഔട്ട് തന്നു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള നിരവധി സ്റ്റോക്കുകളിൽ ബ്രേക്ക് ഔട്ട് തന്നു, ഇനിയും മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് പുതിയ IPOയിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഫ്രഷ്, അതായത് ഒരു എന്താ പറയുക ലാസ്റ്റ് 1 ഇയറിനുള്ളിൽ മൂവ്മെൻറ്റ്, ലാസ്റ്റ് 1 ഇയറിനുള്ളിൽ IPO വരികയും ഇതുവരെ കാര്യമായ ഒരു മൂവ്മെൻറ്റ് തരാതിരിക്കുകയും ഇനി ഒരു മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യതയിൽ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിൽ നിൽക്കുകയും ചെയ്യുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 10-25 വർഷം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 25 വർഷത്തെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടൊക്കെ ഉള്ള സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ചാർട്ട് അനാലിസിസിലോട്ട് പോവാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറയലുണ്ട്. സോ പ്രത്യേകിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാനില്ല ഇവിടെ. മേ ബി ഈ ഒരു 21,600 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പ് സൈഡ് ആണെന്നുണ്ടെങ്കിലും ഒരു ഈ ഒരു 23,000 വരെയൊക്കെ മാക്സിമം ഒരു സ്റ്റേജിൽ പോയേക്കാം. 21,800 ഒക്കെ ഒരു റെസിസ്റ്റൻസ് ആണ്. സോ ഈ ഒരു സ്റ്റേജിൽ പോയി വീണ്ടും എന്താണ് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ ആയിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി നമ്മൾ വീക്ക്ലി ചാർട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡിസിഷനാണ് ഇവിടെ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻഡിസിഷനാണ് ഇവിടെ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിഫ്റ്റി ബാങ്കിലോട്ട് പോവുകയാണെങ്കിലും വീക്ക്ലി ചാർട്ടിൽ എന്താണ്, വീക്ക്ലി ചാർട്ടിൽ പ്രധാന ഒരു റെസിസ്റ്റൻസ് ആണ് ഈ ഒരു 48,500 എന്ന് പറയുന്നത്. ഈ ഒരു സോണിൽ എന്താണ് ഒരു വീക്ക്ലി ചാർട്ടിൽ ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ഇതുണ്ടോ, മാർക്കറ്റ് മൺഡേ മുതൽ ചെറിയ രീതിയിൽ ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ നമുക്കെന്താണ് അത്രയും ദിവസം കൊണ്ട് ഗെയിൻ ചെയ്ത മൂവ്മെൻറ്റ് എന്താണ് ആ ഒരു ഫ്രൈഡേ സെല്ലിങ് വരികയും ഏകദേശം മൺഡേ എവിടെയായിരുന്നു ആ ഒരു സ്റ്റേജിലോട്ട് തിരിച്ചെത്തിക്കുകയും ചെയ്തു. സോ ഓവറോൾ അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ട് ഫോം ചെയ്തു. ഇനി സ്മോൾ ക്യാപ്പിലോട്ട് പോകുമ്പോൾ അല്ലേ, സ്മോൾ ക്യാപ്പിലോട്ട് പോകുമ്പോൾ ഇവിടെ
നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ വന്നിട്ടാണ് കയറി പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് വളരെ കൂടുതലായിരിക്കും എന്നുള്ളത്. അതായത് ഈ ഒരു സ്റ്റേജിൽ, അതായത് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെ കയറി പോകുന്നതിനേക്കാൾ ഇഷ്ടം ഈ ഒരു പ്രൈസ് ആക്ഷനാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് വന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മാർക്കറ്റിൽ എനിക്ക് സ്മോൾ ക്യാപ്പിൽ വലിയ രീതിയിലുള്ളൊരു സെല്ലിങ് ഇനി വരുമെന്ന് തോന്നുന്നില്ല. മീൻസ് പ്രസൻ്റ്ലി സ്ട്രക്ചർ ബുള്ളിഷാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഒരു സെല്ലിങ് വന്ന് ഈ ഒരു 50 മൂവിങ് ആവറേജിന് താഴെ ഇനി സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇവിടെ നടന്നില്ലേ, അതേപോലെ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ വരുമ്പോൾ മാത്രമാണ് കുറച്ചും കൂടി സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്മോൾ ക്യാപ്പിൽ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഞാൻ എന്താണ് കുറച്ച് അഗ്രസീവായിട്ട് തന്നെ നിൽക്കാനാണ് സാധ്യത. ഇനി മിഡ് ക്യാപ്പിലോട്ട് വരുമ്പം പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഏകദേശം പഴയ ഹൈയോട് അടുപ്പിച്ച് തന്നെയാണുള്ളത്. ഓൾ ടൈം ഹൈയോട് അടുപ്പിച്ച് തന്നെയാണ് മിഡ് ക്യാപ്പ് ഉള്ളത്. ബുള്ളിഷാണ്. ഇനി ഈ ഒരു 50 മൂവിങ് ആവറേജിൻ്റെ താഴെ ക്ലോസിങ് വരുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലായി എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് ഇൻഡെക്സിൽ നമുക്ക് നടത്താനുള്ള അനാലിസിസ്. ഇനി സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെയിലി ചാർട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള പുതിയ IPO സ്റ്റോക്കുകളെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 4 സ്റ്റോക്കുകളാണ്. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ജന, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു, ജന സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഈ ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് സോണായിരുന്നു ഈ ഒരു 481 to 493. ഇത് ഏകദേശം ഫെബ്രുവരിയിൽ വന്നൊരു IPO ആണ്. സോ അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. സോ വീക്ക്ലി ബ്രേക്ക്ഔട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇതിലൊരു മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്റ്റോപ്പ് ലോസ് ഏകദേശം എത്രയാണ്? 10%. എൻട്രി എവിടെയാണ്? എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഹൈക്ക് മുകളിൽ അല്ലേ, സ്റ്റോപ്പ് ലോസ് ഹൈക്ക് താഴെ. അതായത് ഏകദേശം 10% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. JSFB. ഓക്കെ, സ്റ്റോക്കിൻ്റെ പേര് ഓർത്ത് വെക്കുക, JSFB. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്ലാറ്റിനം ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്റ്റോക്ക് ഓൾറെഡി പ്ലാറ്റിനം ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്റ്റോക്ക് വീക്ക്ലി ചാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു റെസിസ്റ്റൻസ് സോണാണ് അല്ലേ, ഇതൊരു റെസിസ്റ്റൻസ് സോണാണ് വീക്ക്ലിയിൽ. അവിടെ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ക്ലോസിങ് തന്നിട്ടുണ്ട്. ഡെയിലി ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ അപ്പർ സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഓക്കെ, വീക്ക്ലി ബ്രേക്ക്ഔട്ടിൽ നിന്ന് മാറി ഡെയിലിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ വളരെ നല്ലതാണ്. ഇതിലൊരു മൂവ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം. നിങ്ങൾക്ക് ഫേവറേറ്റ് ഏതാണോ അതിടാം. അതായത് ഇവിടെ നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് 8%, ഇവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം 12%. ഓക്കെ, പ്ലാറ്റിനം ഇൻഡസ്ട്രീസ്. മൂന്നാമത്തേത് സ്വരാജ് എസ്റ്റേറ്റ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ലെവലായിരുന്നു ഇത്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ലെവലായിരുന്നു ഇത്. അവിടെ ബ്രേക്ക്ഔട്ട് നടത്തി ഇവിടെ എന്ത് പ്രൈസ് ആക്ഷനാണ് നടക്കുന്നത്? ഇവിടെ ഒരു റീടെസ്റ്റാണ് നടന്നത് അല്ലേ. റീടെസ്റ്റിന് ശേഷം ഇവിടെ ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് എൻട്രി വരുന്നത്? എൻട്രി വരുന്നത് ഈ ഒരു ലെവലിന് മുകളിലാണ്. സ്റ്റോപ്പ് ലോസ് വരുന്നത് പഴയ നമ്മളുടെ സപ്പോർട്ട് സോണിന് താഴെ 7% വെക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് റീടെസ്റ്റ് നടത്തിയ ക്യാൻഡലിൻ്റെ താഴെ 5% വെക്കാം. 5% വെക്കുന്നതിനേക്കാൾ നല്ലത് 7% ഇവിടെ വെക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2% ഡിഫറൻസിൽ എന്തിനാണ് വെറുതെ. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇത് ഏകദേശം 2023 ഡിസംബറിൽ വന്നതാണ്. ഓക്കെ, സ്വരാജ് എസ്റ്റേറ്റ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇപാക് ഡ്യൂറബിൾ ആണ്. ഈ ഒരു സ്റ്റോക്കിൽ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഔട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ലെവൽ എന്താണ്? അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഹൈ 213 ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. 213 അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എത്ര വരിക? ഏകദേശം 7% വരും. അത്ര ടൈറ്റ് ആയിട്ടിടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 5% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 5% സ്റ്റോപ്പ് ലോസ് കയറി നല്ല മൂവ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 15, 20, 25% ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം എത്രയാണ് നമ്മളുടെ റിസ്ക് റിവാർഡ്? 1:5 റിസ്ക് റിവാർഡിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇവിടെ നിങ്ങൾ ആക്യുറസി ഗെയിം അല്ല കളിക്കേണ്ടത്. നിങ്ങൾക്ക് ആക്യുറസി കുറവായിരിക്കും.
ഇങ്ങനെയുള്ള ട്രേഡിംഗ് സ്റ്റൈലുകൾ എടുക്കുമ്പോൾ. പക്ഷേ ഇവിടെ നിങ്ങൾ റിസ്ക് റിവാർഡിൻ്റെ ഗെയിമാണ് കളിക്കേണ്ടത്. സോ 1:5 വരെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് പുതിയ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് BPL ആണ്. BPL അങ്ങനെ വലിയൊരു കമ്പനിയൊന്നുമല്ല, നമുക്കറിയുന്ന കമ്പനിയാണ്, നമ്മൾ ചെറുപ്പകാലം തൊട്ട് കാണുന്ന കമ്പനിയാണ്. ഫണ്ടമെൻ്റലി അത്ര സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ മന്ത്ലി ചാർട്ടിലോട്ട് പോകുമ്പം, സോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മൂവിങ് ആവറേജ് ഒന്ന് ഹൈഡ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ മന്ത്ലി ചാർട്ടിലോട്ട് പോകുമ്പം ഏകദേശം ഇതിൻ്റെ മന്ത്ലി ഒരു റെസിസ്റ്റൻസ് സോണാണ് ഈ ഒരു 146 ഇല്ലെങ്കിൽ 120 തൊട്ട് 146, ആ ഒരു 20 രൂപ റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര കാലമായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. 1999, അന്ന് എനിക്ക് 7 വയസ്സ്, 1ാം ക്ലാസ്സിൽ ഇല്ല 2ാം ക്ലാസ്സിൽ, ആ ഒരു സമയം തൊട്ടുള്ള റെസിസ്റ്റൻസ് ആണിത്. ഓക്കെ, അതായത് കഴിഞ്ഞ ഒരു 25 വർഷമായിട്ടുള്ള റെസിസ്റ്റൻസ് ആണിത്. സോ ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ടമെൻ്റൽ ചേഞ്ചസിനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ ഫാൾസ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും കേട്ടോ. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ഇതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഏകദേശം 631, ഏകദേശം ഒരു 340% മുകളിലാണ്. സോ അത് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, കാര്യമായ ചേഞ്ചസ് വരികയാണെങ്കിൽ. അപ്പം ജസ്റ്റ് ട്രൈ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ 10%, 15% വേണ്ടിയിട്ട്, നിങ്ങളിൽ 20% വേണ്ടിയിട്ട് കയ്യിലുള്ള മുഴുവൻ പൈസയായിട്ട് എൻ്റർ ചെയ്യാനല്ല. പകരം എന്താണ്, പകരം ഒരു 5,000 റുപ്പീസോ 10,000 റുപ്പീസൊക്കെ ഇട്ടിട്ട് അങ്ങ് മറന്ന് കളയുക. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൺസിഡർ ചെയ്യാം. ഇതിൽ സ്റ്റോപ്പ് ലോസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എവിടെ വേണമെങ്കിലും ഇട്ടോ, നിങ്ങൾക്ക് തോന്നുന്നിടത്ത് ഇട്ടോ. ഈ ഒരു ലെവലിന് മുകളിൽ സ്റ്റോക്ക് പോയാൽ ആ കൂടെ നിങ്ങൾ ഉണ്ടാകണം, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ളൊരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യത BPL ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് SW Solar ആണ്. ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു തീം ഇപ്പം, അതായത് ഈ ഒരു സോളാർ സെക്ടർ അല്ലേ, ഈ ഒരു സെക്ടർ ഇച്ചിരി പോസിറ്റീവാണ്, പ്ലസ് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയുണ്ട് അല്ലേ. സോ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് എന്താണ് കൺസിഡർ ചെയ്യാം. എത്രയാണ് സ്റ്റോപ്പ് ലോസ് വരിക? 35% ഉണ്ട്. 35% സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ചെറിയ പൊസിഷൻ സൈസിങ്ങിലാണ് കയറുന്നുണ്ടെങ്കിൽ, നല്ല ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ 200, 300, 500% കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള പല സ്റ്റോക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഹൈ വോളിയം ഫോർമേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഹൈ വോളിയം ഫോർമേഷൻ ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോളിയം വലുതായിട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് സ്റ്റോക്ക് മൂവ് ചെയ്യണമെന്നൊന്നുമില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ എന്താണ്, നല്ല വോളിയം കയറിയിട്ടില്ലേ, പക്ഷേ സ്റ്റോക്ക് മൂവ് ചെയ്തോ? ഇല്ല, സ്റ്റോക്ക് താഴോട്ട് വന്നില്ലേ. അപ്പോൾ വോളിയം കൂടിയെന്ന് വെച്ചിട്ട് സ്റ്റോക്ക് കയറണം എന്നൊന്നുമില്ല. പക്ഷേ വോളിയം നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു പാരാമീറ്റർ കൂടിയാണ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് പ്ലസ് ഹൈ വോളിയം അല്ലേ, പക്ഷേ ഫെയിലായി. സോ വോളിയം വന്നു എന്ന് വെച്ചാൽ അവിടെ ഒത്തിരി ട്രേഡ് നടന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് ഒരു കീ ലെവലിൽ ബ്രേക്ക് പ്ലസ് ഒത്തിരി ട്രേഡ് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യൂ, ഇല്ലെങ്കിൽ നമ്മളൊന്ന് അസംഷൻ, നമ്മളുടെ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്ന, ഓക്കെ ഇത് വോളിയം ഇല്ലാതെ കയറുന്നതിനേക്കാൾ ഭേദം ഒത്തിരി ആൾക്കാർ ഇതിൽ ട്രേഡ് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിനൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ എന്നുള്ളത്. അല്ലാതെ വോളിയം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഗ്യാരണ്ടിയോ ഷ്യൂറിറ്റിയോ ഇല്ല, അത് മനസ്സിലാക്കുക. ഇനി അത്രയും സ്റ്റോപ്പ് ലോസ് ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് 25% ഇടാം. ഇനി 25% ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഡെയിലി ചാർട്ടിലോട്ട് വരാം. ഡെയിലി ചാർട്ടിലോട്ട് വന്നിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഈ വരച്ച് വെച്ച റെസിസ്റ്റൻസ് സോണിൻ്റെ അവിടെ കൊണ്ടുപോയി ഇടാം 13%. ഓക്കെ, ഈ സ്റ്റോക്കുകളിൽ ഞാൻ പറയാൻ വിട്ടുപോയാൽ ഡെയിലി ചാർട്ടിലോട്ട് വന്നുകൊണ്ട് നന്നായി. സോ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 13% സ്റ്റോപ്പ് ലോസ് ഓർത്ത് വെക്കുക. ഈ സ്റ്റോക്കുകളിലെല്ലാം വോളിയം കുറവുള്ള സ്റ്റോക്കുകളാണ്. ഇവിടെ അപ്പർ സർക്യൂട്ട് അടിക്കുന്നത് കാണാം, വലിയ ലോവർ സർക്യൂട്ട് അടിക്കുന്നത് കാണാം, വലിയ വോളിയം ആക്ടിവിറ്റി ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയൊരു ക്വാണ്ടിറ്റി ഇത് കയറരുത്, നിങ്ങൾ പെടും. BPLൻ്റെ കാര്യത്തിലും സെയിം ആണ്, വലിയ വോളിയം ആക്ടിവിറ്റി ഉള്ള സ്റ്റോക്കുകളൊന്നുമല്ല. ഇത് കണ്ടില്ലേ, ലോവർ സർക്യൂട്ട് അടിക്കുന്നു, ഇവിടെ ലോവർ സർക്യൂട്ട് അടിക്കുന്നു, ഇടയ്ക്ക് അപ്പർ സർക്യൂട്ട് അടിക്കും. സോ ഇതിനുള്ളിൽ നിങ്ങൾ എന്നും രാവിലെ ഇട്ടിട്ട് എന്നും വൈകുന്നേരം വരെ നോക്കിയിരിക്കാൻ പറ്റിയ സ്റ്റോക്കുകളല്ല ഇതൊക്കെ ഇട്ടിട്ട് ഒരു അടുത്ത 2 വർഷം മറന്നു കളയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. ഓക്കെ,
ഇനിയും ബ്രേക്ക് സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ മദേഴ്സൺ ഉണ്ട്, ഒത്തിരി സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് ഇത്തവണ വന്നിട്ടുണ്ട്. മദേഴ്സൺ ഉണ്ട്, ഹുഡ്കോ ഉണ്ട്, ലെമൺ ട്രീ ഉണ്ട്, എൻജിനീയേഴ്സിൻ്റെ ഉണ്ട്, NLCൻ്റെ ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോവാം. സോ മദേഴ്സൺ, ഓക്കെ മദേഴ്സൺ ഫ്യൂച്ചറാണോ വന്നത്? ഓക്കെ, ഇതൊരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. ഓക്കെ, മദേഴ്സണിൽ ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ NLC ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് ഈ ലെവലിൽ പറഞ്ഞതാണ്. അവിടെ ബ്രേക്ക് ഔട്ടിന് ശേഷം ആ സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ പഴയ റെസിസ്റ്റൻസിലെത്തി. ഏകദേശം 2007 മുതൽ 6 മുതൽ, അതായത് ഒരു 10-17 വർഷത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട് NLCയിൽ ഇന്ത്യയിൽ. അത് കൺസിഡർ ചെയ്യാം. അതേപോലെ എൻജിനീയേഴ്സ് ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ടല്ലേ, ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് എത്തിയ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വോളിയം ആക്ടിവിറ്റി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ ബുള്ളിഷാണ്. 2010 മുതലുള്ള 14 വർഷത്തെ ബ്രേക്ക് ഔട്ടാണ്. ഓക്കെ, സോ ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ളിൽ പ്രധാനമായിട്ട് 4 IPO സ്റ്റോക്കുകളിലെ പുതിയ സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള പഠനങ്ങൾ നടത്താം. എന്നിട്ട് അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പൊസിഷൻ സൈസിങ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.